ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഹസ്ബൻഡിന് ഒരു ഓഫ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് കറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ നിന്ന നിപ്പിൽ നമ്മൾ കുട്ടിപ്പട്ടാളംസിനെയും തൂക്കി ഇവിടെ ദ്വാരകയിലുള്ള ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ നമ്മൾ ഈ മലയാളി ഫുഡ് സ്പോട്ട്സ് തപ്പി ഇങ്ങനെ നടക്കുന്ന ഏതൊക്കെയോ ഒരു യാത്രകളിൽ നമുക്ക് കിട്ടിയൊരു സ്ഥലമാണ് ഈ ടേസ്റ്റ് ഓഫ് കേരള. അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറും അവിടുത്തെ മെനു കാർഡിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം ട്രൈ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഹൈജീൻ ആണല്ലോ. അപ്പോൾ അത് ഫുഡിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ഇതുവരെ കഴിച്ചപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ഥിരം ഫുഡ് സ്പോട്ടാണിത്. അപ്പോൾ നമ്മളും ഏതൊരു ശരാശരി മലയാളിയെയും പോലെ മെനു കാർഡ് മുഴുവൻ നോക്കിയിട്ട് പൊറോട്ടയും അപ്പമൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്ലേക്കി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ അവർ സെർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു പരിസരത്ത് മലയാളി ഫുഡ് സ്പോട്ട്സ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് പോകുകയെന്ന് വെച്ചാൽ ബുദ്ധ ജയന്തി പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബുദ്ധ ജയന്തി പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളിങ്ങനെ കാണുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പം ഈ ഒരു സൈഡ് അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ബുദ്ധ ജയന്തി പാർക്ക് എന്ന് പറയുന്ന സ്ഥലം പല കാര്യങ്ങൾക്ക് ഫേമസ് ആണ്. അപ്പോൾ അവിടുത്തെ ആക്ച്വൽ ഫേമസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ബോധി വൃക്ഷം, നമ്മുടെ ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയ ബോധി വൃക്ഷത്തിൻ്റെ ഒറിജിനൽ വൃക്ഷം അവിടെ ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ബുദ്ധൻ വളരെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സെൻട്രൽ റിഡ്ജ് റിസർവ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് കീഴിലാണ് ഇത് വരുന്നത്. ഭയങ്കര ഏരിയയാണ്, വളരെ നമുക്കൊന്നും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് കണ്ടു തീർക്കാൻ പോലും പറ്റാത്ത അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് കയറി ഒരുപാട് കുട്ടികളും ഫാമിലി ആയിട്ട് വരുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്ക് ഡൽഹിയിലുള്ളവർക്കറിയാം, കുറച്ച് കുൽസിത പ്രവൃത്തികൾക്കും അങ്ങനത്തെ കുറേ പരിപാടികൾക്കും ഒക്കെ ഫേമസ് ആണ്. അത് ഒരു ദുഷ്പേര് ഒരുപാടുള്ള ഒരു പാർക്കാണ്. പക്ഷേ 2023 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രിയായിട്ട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുകയും ഈ ഒരു പാർക്ക് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ കൊള്ളാമെന്നുള്ള ഒരു ഇന്ത്യയുടെയും നമ്മുടെ ബുദ്ധ മതത്തിൻ്റെയും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് ഒരു സെറിനിറ്റിയൊക്കെ തരുന്നൊരു സ്ഥലമാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പോസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഈ പാർക്ക് എത്തുന്നത്. നല്ല രീതിയിൽ വേറെ പല രീതിയിലും ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ വരുന്നതും തിരക്കും ഒക്കെ അത്യാവശ്യം ഉള്ള ഒരു സ്ഥലമായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലൊന്നും പല നമുക്ക് പേരറിഞ്ഞുകൂടാത്ത ഒരുപാട് പൂക്കളും, ഈ ഒരു തണുപ്പ് കാലത്ത് വരുന്ന ഒരു പൂവ്, ചൂട് കാലത്ത്, അങ്ങനെ പല തരത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല ഒരു പൂക്കളെല്ലാം കൂടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമുക്കിങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ആ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. അത്യാവശ്യം രീതിയിൽ അതവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ 1964, അതായത് 61 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് നമുക്ക് ഈ ഒറിജിനൽ തൈ ഇന്ത്യക്ക് തന്നത് കേട്ടോ. അപ്പോൾ അത് അന്നത്തെ പ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇങ്ങനൊരു പാർക്കാക്കി, അല്ലെങ്കിൽ ഈ വൃക്ഷം അവിടെ നട്ടിട്ട്, ആ തൈ അവിടെ നട്ടിട്ട് അതിനെ ഒരു പാർക്കാക്കി ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധന് ബോധോദയം കിട്ടിയതിൻ്റെ 2500ാമത്തെ വർഷത്തിൻ്റെ ആഘോഷ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനൊരു ഫേമസ് ആയിട്ടുള്ള പാർക്കാണ്. അപ്പം ഇവിടെ നമുക്ക് എൻട്രി ഫീസ് സൗജന്യമാണ്. നമുക്ക് സൺഡേ മാത്രമാണ് ഹോളിഡേ ഉള്ളത്. രാവിലെ 6 മണി തൊട്ട് 8:30 മണി വരെ ഈ പാർക്ക് ഓപ്പണുമാണ്. അപ്പോൾ പലരും ഈ പറഞ്ഞാൽ എക്സസൈസിനും ഒരു ഗെറ്റ് ടുഗെദർ പ്ലേസ് ആയിട്ടും ഒക്കെ വന്ന് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ലൊരു വളരെ സെറീനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഡൽഹിയിൽ ഏതൊരു സ്ഥലവും പോലെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി തന്നെയാണ് നമുക്ക് നല്ല സമാധാനമായിട്ട് ഇത്തിരി തണുപ്പൊക്കെ കൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാതിരിക്കാൻ പറ്റുന്ന സമയം. അല്ലാതെയും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വലിയ ചൂടും അങ്ങനെ ഒരു സംഭവം അറിയില്ല. പിന്നെ നമ്മുടെ ബുദ്ധ ജയന്തിയുടെ സമയത്തും ബുദ്ധപൂർണിമയുടെ സമയത്തും ഒക്കെ ഇവിടെ നല്ല ആഘോഷങ്ങളും കാര്യങ്ങളും പരിപാടികളും ഒക്കെ നടക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുന്നത് വേറൊരിടത്തോട്ടുമല്ല, ഈ ബാലബോധി വൃക്ഷം എന്ന് പറയുന്ന ആ ഒരു ബോധി വൃക്ഷം വച്ചിരിക്കുന്നതും അങ്ങോട്ടേക്ക് പോകണം, അങ്ങോട്ടേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവിടെ പലരും ഇങ്ങനെ കപ്പിൾസായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട് വന്നവരുണ്ട്, നടക്കാൻ വന്നവരുണ്ട്. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയത്.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളും കുറച്ച് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിരുത്തി പാർക്ക് പോലത്തെ അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു ഉദ്യാനം എന്നുള്ളത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ പൂക്കളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും നമുക്ക് അത്യാവശ്യം ടൂറിസ്റ്റിൽ നിന്നെങ്കിലും ഫീസൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇവിടെ പക്ഷേ അതും എൻട്രി ഫീസ് ഇല്ല. ഈവൻ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കൊന്നും എൻട്രി ഫീസ് ഇല്ല കേട്ടോ. ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ വരാനും കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. ആ ഒരു ടൈം വരെയും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇത് ബാലബോധി വൃക്ഷം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ നടന്ന് പോകുമ്പോൾ അപ്പോൾ ഈ ഒരു ബുദ്ധൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യ ജപ്പാൻ അല്ലെങ്കിൽ ഇന്ത്യ ടിബറ്റ് ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഒരു ബന്ധം ശക്തീകരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് ആണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ 2023 നമ്മുടെ പ്രധാനമന്ത്രി അന്ന് ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷം അത്യാവശ്യം ടൂറിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മക്കളിങ്ങനെ ഇപ്പം മരം എത്തും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ അവിടെയും ഇങ്ങനെ കുറേ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൃക്ഷം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സ്തൂപം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബോധി വൃക്ഷം. നമ്മൾ കഥകളിലും അല്ലെങ്കിൽ നമ്മളങ്ങനെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ആ ഒരു ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ബോധിവൃക്ഷമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വന്ന് കാണുക. ഞാൻ പറഞ്ഞല്ലോ, സേഫാണ്, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പല കാര്യങ്ങളും നടന്നിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പം ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഫാമിലിയായിട്ട് വരാനൊക്കെ പറ്റി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വരുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.